നമ്മൾ ഇന്ന് യൂട്യൂബിൽ നിന്ന് ഒരു റെസിപ്പി ഉണ്ട് എയർ ഫ്രയറിൽ. സോ ബ്രെഡിനകത്ത് മുട്ട ഇട്ട് ഒട്ടിച്ചതാണ്, പൊട്ടിച്ചൊഴിച്ചതാണ്. ഇങ്ങനെയാണുള്ളത്. എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നോക്കാൻ കഴിയും. നടക്കില്ലെന്ന് പറഞ്ഞൂടാ. പിന്നെ അതിനകത്ത് കണ്ടപ്പോൾ എനിക്കൊന്ന് കുറച്ചും കൂടി വലിയ ബ്രെഡിനാണ് അവർ ഒഴിച്ചത്. ഇത് തന്നെ കണ്ടോ, ജസ്റ്റ് മെഷീൻ ഇതെല്ലാം ഒഴുകി പോകേണ്ടായിരുന്നു. 2 ബ്രെഡ് ആക്കാന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ കറണ്ട് ഒരു ബ്രെഡാണ് ആക്കുന്നത്. നമുക്കത് എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഓണാക്കി ഗൈസ്. പതികയാണ് നമ്മൾ കൊണ്ടുപോകാൻ. ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഒലിച്ചു പോകും. നമ്മൾ ഏകദേശം 190 5 മിനിറ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഓണാക്കി നോക്കാം. സാധനം ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. വെന്തിട്ടില്ല ഗൈസ്, കുറച്ചും കൂടി നേരം വെക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും സംഭവം ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. സാധനമായിട്ടുണ്ട്. ആൻഡ് അടിയിൽ വേറെന്തോ കൂടി വന്നിട്ടുണ്ട്. ഈ വന്ന മുട്ട കുറച്ച് ലീക്കായിട്ട് അടിയിൽ നിന്ന് കരിഞ്ഞിട്ടുണ്ടാവും. ചൂടാറിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. ഇതായിരിക്കും ബെറ്റർ. ചൂട് കുറച്ച് ആറട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ക്രിസ്പിയാണ്. ഏകദേശം റസ്ക് ആയിരിക്കുന്ന കണ്ട്. അതിൻ്റെ വാട്ട് കിട്ടിയിട്ടില്ല. ആ കഴിച്ചോട്ടെ. ഉള്ളെല്ലാം വന്നിട്ടുണ്ട്. ടേസ്റ്റ് അത്ര പോലെ മൊത്തം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ പുഴുങ്ങിയ എഗ്ഗിനകത്ത് ഉള്ളിൽ എഗ് ഫുള്ള് വെന്തിട്ടാണ്. മേലത്തെ കോട്ടിങ് നമ്മളിരിക്കും ജ്യൂസി പോലത്തെ ഇഷ്ടപ്പെടാണ്. ബുൾസൈ പോലത്തെ അങ്ങനെയുള്ള എല്ലാം നല്ല വെന്ത് ക്രഞ്ചി ആയിട്ടുണ്ട്. ഉള്ളിനകത്ത് ഉണ്ണിയെല്ലാം പുഴുങ്ങിയ ഉണ്ണീൻ്റെ പോലെ തന്നെ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇതുണ്ടാക്കില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല.